ഹായ് ഗൈസ്, ബിഗ് ബോസ് ടോക്കാണ്. ഇപ്പോൾ പ്രമോ ആണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ്. അപ്പോൾ പി ആർ വിഷയത്തിൽ വളരെ ചോദ്യമായിട്ട് ഇന്നത്തെ ബിഗ് ബോസ് പ്രൊമോയിൽ ലാലേട്ടൻ അനീഷിനെയും എല്ലാവരെയും ശകാരിക്കുന്നു. പല ഘട്ടങ്ങളിലായി അനീഷ് ജയിലിൽ പോകുന്നു. ഇന്നലെ ലാസ്റ്റ് ടാസ്കിൽ, അതായത് ജയിൽ ടാസ്കിൽ അവസാനവും അനീഷ് തന്നെയാണ്. പക്ഷേ ഇതിലെല്ലാം അനീഷ് കൊണ്ടുവന്ന സ്ട്രാറ്റജിയാണ് പ്രശ്നമുണ്ടാക്കിയത്. അനീഷിനോട് നമുക്ക് ഇന്നും ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷെ അദ്ദേഹം നല്ലൊരു ഗെയിമറാണ് എന്നത് അദ്ദേഹം തന്നെ തെളിയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ അദ്ദേഹം കാണിക്കുന്ന ഈ സ്ട്രാറ്റജി മോഡൊന്ന് മാറ്റി, നിലവിൽ ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ടോക്ക് ചെയ്യാമായിരുന്നു. ഇപ്രാവശ്യം ലാലേട്ടൻ ഏത് മൂഡിലാണ് അനീഷിനോട് സംസാരിക്കുക എന്നത് യാതൊരു ഉറപ്പുമില്ലാതെയാണ് ഇത് വന്നിരിക്കുന്നത്. എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് കേട്ട ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടറിയാം. അനീഷ്, ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഒരു തരത്തിലും ഐഡിയ ഉണ്ടായിരുന്നില്ല. 5 വർഷത്തോളമായി ലീവ് എടുത്ത് ഈ ബിഗ് ബോസിലോട്ട് കയറാൻ കാത്തിരുന്ന ഒരാളാണ്. PR-നെ കുറിച്ച് ഒന്നും അറിയില്ല. 3 ദിവസം മുമ്പാണ് ബിഗ് ബോസിൽ നിന്നൊരു കോൾ വന്നാണോ? 3 ദിവസം മുൻപാണ് എനിക്ക് 12 ദിവസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ അറിയിച്ചത്. അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തെളിവുകൾ കാണിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് രാത്രി 9 മണിക്ക്. ഇതിലിപ്പോ PR ഉണ്ടോ ഇല്ലേ എന്ന ചോദ്യത്തിനാണ് ഉത്തരം കൊടുക്കേണ്ടത്. അപ്പോൾ PR-കൾ ഉണ്ട് എന്നത് നമുക്ക് പറയാൻ കഴിയില്ല. അനീഷിനുണ്ടോ എന്ന് പറയാൻ, അനീഷിനുണ്ടോ എന്നത് അനീഷ് തന്നെ വെളിപ്പെടുത്തണം. മറ്റുള്ളവർക്ക് PR ഉണ്ട് എന്നത് മറ്റുള്ളവർ പറഞ്ഞു. പക്ഷെ PR എന്നത് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. അതില്ലാതെ ഈ ഷോ കൊണ്ടു നടക്കാൻ പറ്റില്ല. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും വലിയ റിസ്ക് പിടിച്ച ഒരു കണ്ടന്റാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. ഇതിൽ എന്തൊക്കെ ഫേക്ക്, എന്തൊക്കെ സ്ട്രാറ്റജികൾ, മൂവ്മെൻറ്റുകൾ കൊണ്ടാണ് ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർക്ക് തന്നെ പിടിയില്ലാത്തൊരു സമയമാണ്. അപ്പോഴാണ് സ്ട്രാറ്റജിക്കൽ മൂവ്മെൻ്റ് ഉപയോഗിച്ച് ഒരുപാട് വാക്കുകൾ തർക്കത്തിൽ ഇങ്ങനെ സംസാര വിഷയമാകും. അപ്പോൾ PR എനിക്ക് അറിയേയില്ല എന്ന് പറയുന്നത് അതൊരു നല്ല മറുപടിയല്ല. എല്ലാവർക്കും അറിയുന്നതാണ് PR എന്താണെന്നും PR-ൻ്റെ ഉദ്ദേശം എന്താണെന്നും ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് PR കൊണ്ട് എന്ത് ഗുണമാണ് എന്നതും നമുക്ക് വ്യക്തമായൊരു അജണ്ടയുണ്ട്. അത് ഒരു ഷോ നടത്തുമ്പോൾ, ഒരു ബിഗ് ബോസ് ഷോ ആയാലും ഏത് കണ്ടന്റ് ക്രിയേഷൻസ് ആയാലും അതിൻ്റെതായ PR പിന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ശക്തമായി മുന്നേറാൻ പറ്റുന്നത്. അത് അതിൻ്റെത് ഭാഗമാണ്. പക്ഷേ ഉണ്ടോ ഇല്ലേ എന്നത് അനീഷ് തന്നെ വ്യക്തമാക്കാതെ നമ്മളെങ്ങനെ അറിയാം? അനീഷ് അത് അറിയില്ല എന്ന് നടിക്കുന്നതാണോ, അറിഞ്ഞിട്ടും പറയാതിരിക്കുകയാണോ എന്നതില്ല. അത് അനീഷിൻ്റെ ഗെയിമാവും. പക്ഷെ ആ ഗെയിം ഞാൻ കളിക്കുന്നതാണ് എന്നത് വെളിപ്പെടുത്താത്തതാണ് അനീഷിൻ്റെ പ്രശ്നം എന്നത് എനിക്ക് മനസ്സിലാവും. അപ്പം അനീഷ് എന്ന വ്യക്തി ഇപ്പോഴും അവിടെ നിലനിൽക്കേണ്ടത് തന്നെയാണ്. അനീഷ് ഇല്ലെങ്കിൽ ഒരു ഗെയിം എഫക്റ്റ് ഉണ്ടാകില്ല. ഈ ബിഗ് ബോസ് എന്തിനാണ് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മറ്റുള്ള കണ്ടസ്റ്റൻസ് പോലെയല്ല. അനീഷ് കൊണ്ട് ഒരുപാട് കോണ്ടന്റ് ഇവിടെ സൃഷ്ടിക്കാൻ പറ്റും. ഒരുപാട് കണ്ടന്റും ഒരുപാട് അഭിപ്രായങ്ങളും ഒരുപാട് ചർച്ചകളും കൊണ്ടു നടക്കാൻ പറ്റുന്നതുകൊണ്ട് അനീഷ് എന്ന വ്യക്തി ഒരു കോമണർ എന്ന നിലയിലല്ല അവിടെ നിൽക്കുന്നത്, ഒരു മീഡിയ പേഴ്സൺ എന്ന നിലയിലാണ് അനീഷിനെ കൊണ്ടു നടക്കുന്നത്. അതാണ് ഒരു പബ്ലിസിറ്റിയുള്ള, ഒരു അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് അനീഷ് ഇപ്പം അവിടെ തുടരുന്നത്. അതുകൊണ്ട് തന്നെ അനീഷ് ഒരു കോമണർ എന്ന വ്യത്യാസത്തിൽ നമ്മൾ ആ കോമണർ എന്ന വാക്ക് ഉപേക്ഷിക്കേണ്ടി വരും. അത് അനീഷ് ഒരു കോമണറല്ല, വ്യത്യസ്തമായ സോൾട്ട് കോമണർ എന്ന പേരിൽ അറിയപ്പെടാം. പക്ഷേ ഞാൻ സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് എന്ന് പറയാൻ അനീഷിന് യാതൊരു അർഹതയുമില്ല. അങ്ങനെ മറ്റു പലരും സാധാരണക്കാരാണ്. ഒരു വകയ്ക്കില്ലാതെ, ഒരു ആഹാരത്തിന് പോലും തുണയില്ലാത്തവർ, അവരൊക്കെ കോമണേഴ്സ് അറ്റംപ്റ്റിൽപ്പെടും. അപ്പോൾ ഈ വിഷയം വലിയൊരു ചർച്ചയായിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഷോയിൽ ഇന്നത്തെ കണ്ടന്റ് തന്നെ ഇത് തന്നെ ആയിരിക്കണം. ഇങ്ങനെയുള്ള വാക്കുകൾ മൂർച്ചകരമായതായതുകൊണ്ട്
ഈ പ്രമോ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങളാണ്. ഈ വർത്തം PR-ന്റെ കാര്യം, അങ്ങനെയുള്ള നിരവധി കേസുകൾ ഇപ്രാവശ്യത്തെ കോണ്ടന്റിൽ ഉള്ളതാണ്. ഇതൊക്കെ ചോദിച്ച് പറയുകയും വെറുതെ വന്ന് പോകുന്ന രീതി ലാലേട്ടൻ ഇപ്രാവശ്യം ചെയ്യരുത്. അത് പ്രേക്ഷകരെ മടുപ്പിക്കുന്നതാണ്. എന്നും ഒരേ രീതിയിൽ ഒരേ പ്രഖ്യാപനത്തിൽ ലാലേട്ടൻ വന്നു പോയി എന്ന നിലയിൽ നമുക്കൊരു എക്സ്ട്രാ ഓർഡിനറി കിട്ടുന്നില്ല. ഒരു ഫാൻറ്റസി ആണെങ്കിലും ലാലേട്ടൻ പവറായി ചോദിച്ചാൽ പവറോടെ തന്നെ ഏഴിൻ്റെ പണി പോലെ പ്രവർത്തിച്ചാൽ അവർക്കത് മനസ്സിലാകുകയോ അതവർ വീണ്ടും ആവർത്തിക്കാതിരിക്കുകയോ ചെയ്യും. അപ്പം നിഷ്കളങ്കതമായ ഭാവത്തിൽ പലരും നിൽക്കുന്നുണ്ടാകും. നിഷ്കളങ്കരമായ കാര്യങ്ങളിലൂടെ നമ്മൾ നല്ലതാണ് എന്ന് നടിക്കാൻ വേണ്ടി ചിലർ സത്യത്തെ വളച്ചൊടിക്കുന്നതാകാം. അതൊന്നും നമ്മുടെ വിഷയമാകുന്നില്ല. ഇവിടെ നമ്മുടെ വിഷയം PR ഉണ്ടോ, കോമണേഴ്സിനെ ഇവിടെ നിലനിർത്തിയിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ ചോദിക്കുകയും ഇതിനെക്കുറിച്ചുള്ളൊരു പ്രശ്നത്തെ പരിഹരിക്കുകയും ചെയ്യുന്നതിലാണ് ഇന്നത്തെ ബിഗ് ബോസിൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ, അതായത് 68, 69, 70 കടക്കാൻ പോകുന്ന ബിഗ് ബോസിൻ്റെ അടുത്ത വീക്കെൻഡിലേക്കുള്ള പടയാത്രത്തിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ ഈ 2 ആഴ്ചത്തെ, അതായത് ശനി ഞായർ ദിവസം ഇവരുടെ വിധിയാണ്, ഇവരുടെ കോടതി വിധി പോലെയാണ് ആവേണ്ടത്. അല്ലാതെ നിസ്സാരമായി പറഞ്ഞയക്കുന്ന ഒരു വിധിയില്ല. ഇവിടെ ബിഗ് ബോസ് കളിക്കണം, ബിഗ് ബോസിൻ്റെ പവർ കാണിക്കണം. എല്ലാ സ്ട്രാറ്റജിയും, എല്ലാ ഇടപെടലുകളും എല്ലാവർക്കും കൊടുക്കണം. ഓരോരോ വ്യക്തികൾക്കും ഓരോ പണി അറിഞ്ഞു കൊടുക്കണം. ഒരാൾക്ക് മാത്രം വേദനിക്കുന്ന രീതിയിൽ പ്രേക്ഷകർക്ക് തോന്നരുത്. കാരണം എല്ലാവരും അവിടെ മത്സരാർത്ഥി തന്നെയാണ്. അവരവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ ഉണ്ടാക്കുന്നുണ്ട്, ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു വ്യക്തിയെ തന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്ന രീതി ഒരിക്കലും ബിഗ് ബോസ് ആവർത്തിക്കരുത്. ഇതൊക്കെ ആവർത്തന വിരസതമായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ റെസ്പോൺസ് പോലെ ഈ പ്രമോ നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുള്ളതാവണം എന്നത് ഞങ്ങൾക്കൊരു ആവശ്യമാണ്. കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു നീരസം തോന്നും. ഇനി ഈ ഷോ കാണണം, അങ്ങനെ വരാതിരിക്കാൻ, ഈ ഷോ സപ്പോർട്ട് ചെയ്യണം, അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകിച്ച് നമ്മളെ മടുപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ഇപ്രാവശ്യത്തെ കണ്ടൻ്റാണ് നമുക്ക് ആവശ്യം. ഇത് മേജറാണ്. അപ്പോൾ ഈ കണ്ടന്റ് ബെറ്റർ റൈറ്റ് കൊണ്ടു നടക്കാനാണ് ബിഗ് ബോസ് ശ്രമിക്കേണ്ടത്. ബൈ ഫോർ